എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് ഇഷ്ടമില്ലാത്ത സമ്പത്ത് വന്നു തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് അള്ളാഹു നമ്മൾക്ക് നൽകിയ ജീവിതത്തിൽ സാമ്പത്തികമായി തൃപ്തിയില്ലാത്തത് എന്ന് മുതലാണോ ആരംഭിച്ചത്, അവിടെ മുതലാണ് അള്ളാഹു ഇഷ്ടമില്ലാത്ത സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹു അള്ളാഹു അവന്റെ സമ്പത്ത് പടച്ചോൻ വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾക്ക് കൈമാറിയിട്ടുള്ളത്. ചിലർക്ക് അള്ളാഹു ധാരാളമായി കൊടുക്കും, ചിലർക്ക് തലമുറയായി കൊടുക്കും, ചിലർക്ക് അധ്വാനം വഴി കൊടുക്കും, ചിലർക്ക് അള്ളാഹു കഷ്ടപ്പാടിന് ശേഷം കൊടുക്കും. ചില ആൾക്കാർക്ക് അള്ളാഹു പിടിച്ചു വെക്കും ദുനിയാവിൽ, പരലോകത്ത് അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ നൽകും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹ് കൊടുത്ത പൈസ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്ന സമ്പത്ത് വ്യത്യസ്തമാണ്. നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്. അള്ളാഹ് അങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിന് ശരിക്കും അറിയാം ഞാൻ ആർക്കൊക്കെ എത്രയൊക്കെയാണ് കൊടുത്തത്. പാരമ്പര്യമായി കൊടുത്തവരാരാണ്, പുതുതായി പൈസ കൊടുത്തവരാരാണ്, സാമ്പത്തികമായി ഒരു 10-30 കൊല്ലത്തിന് ശേഷം പ്രായമാകുന്ന സമയത്ത് ജീവിതത്തിൽ സുസ്ഥിരത കൊടുത്തത് ആർക്കാണ്, 19 കൊല്ലം നല്ല ജീവിതത്തിൽ സുഖലോലുപത കൊടുത്തതിന് ശേഷം പിന്നെ കഷ്ടപ്പാട് കൊടുത്തത് ആരൊക്കെയാണ് എന്നൊക്കെ അള്ളാഹ്ക്ക് ശരിക്കറിയാം. അള്ളാഹ് അങ്ങനെ തന്നെയാണ് വെച്ചത്. സഹോദരങ്ങളെ, ഇവിടെ എവിടെയാ വ്യത്യാസം അറിയും? അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ അത് എത്ര കുറവാകട്ടെ കൂടുതലാകട്ടെ ഏതൊക്കെ രൂപത്തിലാകട്ടെ അതിൽ തൃപ്തിപ്പെടുകയും ശേഷം ഹലാലായ മാർഗത്തിൽ കൂടുതൽ പണം ലഭിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ അവിടെ പടച്ചോൻ നമ്മൾക്ക് സന്തോഷകരമായ ജീവിതം നൽകും. എവിടെയാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകണമെന്ന് ചോദിച്ചാൽ, പടച്ചോൻ തന്ന ജീവിതത്തിൽ തൃപ്തിപ്പെടാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ധനസമ്പാദന മാർഗത്തിൽ ഹറാമ് വരികയും നമ്മുടെ 2 ലോകവും നമ്മൾക്ക് നഷ്ടമാവുകയും ചെയ്യും. സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ 2 ഹദീസ് നോക്കൂ. തൂബ, പ്രവാചകന്റെ വാക്ക് തൂബ. തൂബ എന്ന് പറഞ്ഞാൽ ഇവർക്കാകുന്നു മംഗളങ്ങൾ എന്നാണ്. അള്ളാഹുവിന്റെ ആശീർവാദം പ്രവാചകൻ പറയാൻ, ഇവർക്ക് അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാകും. ആർക്ക്? ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം. ഒരാൾക്ക് അള്ളാഹു ഇസ്ലാം നൽകി, അൽഹംദുലില്ലാഹ് നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരാൾക്ക് അള്ളാഹു ഇസ്ലാം മതം സമ്മാനമായി നൽകിയാൽ അവർക്ക് അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാകും. കഴിഞ്ഞില്ല, വകാന ഐശുഹു കഫാഫൻ വഖനഅ. അവന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം അള്ളാഹു അയാൾക്ക് നൽകി. അവൻ അതിൽ തൃപ്തിവാനായി, പടച്ചോൻ തന്നതിൽ അവൻ തൃപ്തിപ്പെട്ടു. ഈ ജോലിയിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ വീട്ടിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ സമ്പത്തിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ മക്കളിൽ അവന് തൃപ്തി ഉണ്ടായി. ആ തൃപ്തിയോടുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി ഹലാലായ മാർഗത്തിൽ അവൻ അധ്വാനിച്ചു. പക്ഷെ ആദ്യത്തെ പടി അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് അവനുണ്ടായി. എങ്കിൽ പ്രവാചകന്റെ വാക്കെന്തറിയോ? അവന് അവന്റെ കുടുംബത്തിന്, അവന്റെ വീടിന്, അവന്റെ ജോലിക്ക്, അവന്റെ വരുമാനത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ അടുത്ത വാക്കെന്തറിയോ? നമ്മൾ ഈ അധ്വാനിക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഒക്കെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊന്ന് വിജയിച്ച് കാണാനല്ലേ. അടുത്ത വാക്ക് ഖദ് അഫ്ലഹ. അറബി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഖദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? തീർച്ചയായും എന്നാണ്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. അവന് വിജയം ഉണ്ടാകും. ആർക്ക്? മൻ അസ്ലമ, ഒരാൾക്ക് അല്ലാഹു ഇസ്ലാം നൽകി, അവൻ വിജയിച്ചു. കഴിഞ്ഞില്ല, വറുസിഖ കഫാഫൻ, അവന്റെ ജീവിതത്തിന് ആവശ്യമായ പൈസ, സമ്പത്ത്, വാഹനം, വീട്, ധനം, പറമ്പ് അവൻ അല്ലാഹു കൊടുത്തു. എന്നിട്ടോ വഖന്നഅഹു അല്ലാഹു ബിമാ ആത, ആ തന്നതിൽ അവന് തൃപ്തി ഉണ്ടായി. അത് കുറവായിരിക്കാം, കേട്ടൻ അത്ര ഉണ്ടാവില്ല. പഠിച്ചവൻ എന്നാലും എന്നെക്കാൾ കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നാഥ നീ തന്നല്ല, അൽഹംദുലില്ലാഹ്. നാഥ ഞാൻ ഖൈറായ മാർഗത്തിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കും. തന്നതിൽ നാഥ എനിക്ക് തൃപ്തിയാണ്, തന്ന പണത്തിൽ നാഥ എനിക്ക് സന്തോഷമാണ്, തന്ന സൗകര്യത്തിൽ നാഥ എനിക്ക് സന്തോഷാണ്. ഞാൻ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല. വാടകയാണെങ്കിലും നാഥ വാടക കൊടുക്കാൻ പകുതിയെങ്കിലും എനിക്ക് അധ്വാനിക്കാനുള്ള ശേഷി തന്നല്ലോ. ഫലസ്തീൻ ആലോചിക്കുമ്പോൾ
ചൈനയിലെ സാധുക്കളായ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവർ ആലോചിക്കുമ്പോൾ, ലോകത്ത് ഇന്നും തെരുവോരങ്ങളിൽ കട്ടപ്പെടുന്നവർ ആലോചിക്കുമ്പോൾ, പടച്ചോനെ പള്ളിക്ക് വരാനും നടക്കാനും ഇരിക്കാനും കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിവും ശേഷിയും പടച്ചോൻ എനിക്ക് തന്നുകളല്ലോ, അൽഹംദുലില്ലാ. ഒന്നുമില്ലെങ്കിലും നടക്കിനോടത്ത് കുടിപോപ്പില്ലാത്തൊരു നാട് തന്നല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാ. ആ തൃപ്തി ഒരാൾക്കുണ്ടായാൽ പടച്ചവൻ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും ആശീർവാദവും കൊടുക്കും. അവന്റെ ജീവിതത്തിൽ ഹലാലായ സമ്പാദ്യത്തിലേക്ക് പടച്ചവൻ അവനെ നയിക്കും. എവിടെയാ പഴക്കിണർ സോങ്ങളെ? ഈ ഖനാഅത്ത്, ഈ തൃപ്തി ഉണ്ടല്ലോ, പടച്ചവൻ തന്നതിലുള്ള തൃപ്തി എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടം മുതൽ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ തുടങ്ങും. ശരിക്കും എഴുതി വെച്ചോളി, പടച്ചവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവന് കൊടുത്തത്രല്ലോ ഏട്ടന്മാർക്കും അഞ്ചന്മാർക്കുള്ളവർക്കില്ലല്ലോ. എന്റെ മകന് 10 കൊല്ലായിട്ട് പോയിട്ട് 4 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയവന്റെ അത്ര ഇല്ലല്ലോ എന്ന് എന്റെ ജീവിതത്തിൽ എന്നു മുതലാണോ തുടങ്ങുന്നത് അന്നു മുതൽ എന്റെ ജീവിതത്തിൽ സമാധാനം പോകും, ദുനിയാവ് പോകും, പരലോകം പോകും, ഹറാം ജീവിതത്തിൽ വരികയും ചെയ്യും. തൃപ്തി എന്ന് പോകുന്നോ അന്ന് അവനവന്റെ ജീവിതം നശിക്കാൻ തുടങ്ങും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞതാണ്. പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ? യുകബ്ബിർ ഇബ്നു ആദം, ആദമിന്റെ മകന് നമുക്ക് വയസ്സാകും. വയുകബ്ബിറു മഅഹു ഇത്നതാനി, വയസ്സാകും തോറും 2 കാര്യങ്ങൾക്കും കൂടെ വയസ്സ് കൂടും. വയസ്സാകും തോറും നമ്മുടെ കൂടെ 2 കാര്യത്തിന് കൂടി വയസ്സുണ്ടാകും. ഒന്ന് ഹബ്ബുൽ മാൽ, പണത്തോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, വത്തൂറിൽ അമൽ, അമിതമായ പ്രതീക്ഷ. അമിതമായ പ്രതീക്ഷ പരലോകത്തെ കുറിച്ചാണ്. അതിന്റെ കൂടെ ഒന്നെന്തേലും എന്താ അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം കൂടുന്തോറും പണത്തിനോടുള്ള ആർത്തിയും കൂടും. സഹോദരങ്ങളെ, ഹലാലായ മാർഗത്തിൽ എത്രയും പൈസ ഉണ്ടാക്കാം, ഹലാലായ മാർഗത്തിൽ എത്രയും ബിസിനസ് നടത്താം, ഹലാലായ മാർഗത്തിൽ കോടാനുകോടി രൂപയും നമുക്ക് സമ്പാദിക്കാം. അതിന് ഖൈറുണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും, സമ്പാദിക്കുകയും വേണം. നമ്മുടെ കയ്യിലെ പൈസ ഉണ്ടാകേണ്ട ഒരു സംശയമല്ല. പക്ഷേ അല്ലാഹ് തന്നതിൽ തൃപ്തി ഉണ്ടാകണം. എങ്കിലേ ഹലാലിന്റെ മാർഗത്തിലേക്ക് കണ്ണും കാതും കൽബും പ്രവേശിക്കുള്ളൂ. അവിടെ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാതിരുന്നാൽ, പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാതിരുന്നാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതം നശിച്ചു തുടങ്ങും. നിങ്ങൾ ആലോചിച്ചു, പടച്ചോൻ തന്ന സമ്പത്തിൽ പോരാതെ വന്നാൽ, ബാക്കിയുള്ളവരൊപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് പൈസ തകിയില്ല. അപ്പൊ എന്ത് വരും? നമ്മൾ മനസ്സുകൊണ്ടുണ്ട് എന്ത് വരും? കടം വാങ്ങേണ്ടി വരും, കടം തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോഴോ മുങ്ങേണ്ടി വരും, നാട് വിടേണ്ടി വരും, കളവ് പറയേണ്ടി വരും, അവനാന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഉറങ്ങേണ്ടി വരും. ഇനി കടവും കൊടുത്തു, കടവും കിട്ടുന്നില്ല, ലോൺ എടുക്കേണ്ടി വരും, വട്ടിപ്പലിശക്ക് വാങ്ങേണ്ടി വരും, പണ്ടം പണയം വെക്കേണ്ടി വരും, ആധാരം പണയം വെക്കേണ്ടി വരും, പറ്റിക്കേണ്ടി വരും, ചതിക്കേണ്ടി വരും. എല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമായി ഈ തന്ന ജീവിതത്തിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ വേണ്ടിയല്ല നമുക്ക് ഇതൊന്നും വന്നത്. മറിച്ച് ബാക്കിയുള്ളവർക്കൊപ്പിച്ച് നിലവിലുള്ള ജീവിതത്തിൽ തൃപ്തിപ്പെടാതെ വന്നപ്പോ നമ്മുടെ ജീവിതത്തിൽ കടം വന്നു, പലിശ വന്നു, പണയം വന്നു, വട്ടിപ്പലിശ വന്നു, ചതി വന്നു, വഞ്ചന വന്നു, സകലതും വന്നു. അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ വാക്ക് കൂടി ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞത്. പ്രവാചകന്റെ വാക്ക് എന്തറിയോ? മാദിബാനി, ഉദാഹരണം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാദിബാനി ജാഇആനി, വിശന്ന് നിൽക്കുന്ന 2 ചെന്നായ്ക്കൾ, ഉർസിലാ ഫീ ഗനമിൻ, അടിച്ചു കൊഴുത്തു നിൽക്കുന്ന ഒരു ആടിനെ കണ്ടു. 2 വിഷം തൊട്ടിയ 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത 2 ചെന്നായ്ക്കൾക്ക് ഒരാടിനെ ഒരാൾ കൊടുത്തു. ആടിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചാൽ ആ ആടിനെ എത്ര നിമിഷം കൊണ്ട് 2 ചെന്നായ്ക്കളും നശിപ്പിച്ച് കളയുമോ, കൊന്ന് ഭക്ഷണമാക്കി കളയുമോ? മിൻ ഹിർസിൽ മർഇ അലാ മാലി വശറഫ് ലിദീനിഹി, അധികാരവും പണത്തോടുള്ള തൃപ്തിയില്ലാത്ത ജീവിതവും ഒരാളുടെ ദീനിനെ നശിപ്പിക്കും. ഏതിനെ നശിപ്പിക്കും? ദീനിനെ നശിപ്പിക്കും. തൃപ്തിയില്ലാത്ത ജീവിതം ആദ്യം നശിപ്പിക്കുക ദീനിനെയാണ്. കാരണം ദീനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഏരിയയും അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒഴിവാക്കേണ്ടി വരും.
കടം വാങ്ങി കൊടുക്കാതൊക്കെ അതിന് ഓപ്പോസിറ്റ് ആണ്. അയാൾ കളവ് പറയേണ്ടി വരിക, ലോൺ എടുക്കേണ്ടി വരിക, അയാൾ പണയം വെക്കേണ്ടി വരിക, മുങ്ങി നടക്കേണ്ടി വരിക. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോ ഇനി എന്താണ്? ഇനി തിരിച്ചു കൊടുക്കണം. കാരണം വീട്ടിൽ തെരഞ്ഞു വരാൻ തുടങ്ങി, ഫോൺ വരാൻ തുടങ്ങി, ജപ്തിന്റെ കാര്യം വരാൻ തുടങ്ങി, അങ്ങാടിയിൽ വശലാക്കാൻ തുടങ്ങി, പള്ളി കമ്മിറ്റിന്ന് ഒഴിവാക്കാൻ തുടങ്ങി, രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാൻ തുടങ്ങി. ആളുകളുടെ ഇടയിൽ മുഴുവൻ സംസാരം ഉണ്ടായി. ഓനെ നോക്കണട്ടോ, ഓളെ നോക്കണട്ടോ, ആ കുടുംബം നോക്കണട്ടോ. മാനക്കേട് സഹിക്കാൻ കഴിയാതെ പിന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി തിരിച്ചു കൊടുക്കണം എന്നത് വരും. അപ്പോഴോ സാധാ ജോലി കൊണ്ട് വീട്ടാൻ കഴിയില്ല. അപ്പൊ എന്താവും? അപ്പോൾ തോന്നിവാസത്തിന്റെ ഹറാമിന്റെ മേഖലയ്ക്ക് അടുത്ത സ്റ്റെപ്പ് കിടറങ്ങും. അതെന്താണ്? അവനാന്റെ പറമ്പ്, അവനാന്റെ കെട്ടിടം, അവനാന്റെ സ്ഥാനങ്ങൾ കള്ളിഷാപ്പിന് കൊടുത്താലാണെങ്കിലും, വ്യഭിചാരശാലക്ക് കൊടുത്താലാണെങ്കിലും, പലിശക്ക് കൊടുത്താലാണെങ്കിലും, ഏത് തോന്നിയാസിന് കൊടുത്താലാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് ശൈത്താൻ എത്തിക്കും. ഇവിടം വിട്ടിട്ട് മറ്റൊരു നാട്ടിക്ക് സ്വർണം കടത്തിനീന് അവനാന്റെ ചെറിയൊരു പങ്ക് അവനാന്റെ പേര് നോക്കിയിട്ട് കുറച്ച് ഷെയർ ഇട്ടാ മതി, എന്നാൽ ആ സ്വർണം കടത്തിനീല് ബാക്കി പങ്ക് അവനാനുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ ഞാനുണ്ടായി. ഇന്റെ കടിയിൽ നിന്ന് വിൽക്കണ്ട, കടന്റെ ബേക്കറി പെട്ടിയില് ഇവിടുത്തെ ചങ്ങാതിമാര് വരും, യുവാക്കൾ വരും, സാധനം ചോദിക്കും, പെട്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി, അവിടുന്ന് എടുത്തു പോയിക്കോളും. അതിന് നിനക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ അതിൽ ഞാനുണ്ടായി. കൊട്ടേഷൻ നീ നടത്തണ്ട, ടീമിനെ കാട്ടിക്കൊടുത്താൽ മതി, പൈസ തരുന്നു പറഞ്ഞാൽ അതിലും ഞാനുണ്ടായി. കാരണം പൈസ കിട്ടുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ മെയിൻ അജണ്ടയായി. കാരണം പടച്ചോൻ തന്ന ജീവിതത്തിൽ തൃപ്തിപ്പെടാത്ത മനസ്സ് വന്നോ അവിടെ മുതൽ എന്റെ ജീവിതത്തിൽ ഹറാമ് കലരാൻ തുടങ്ങി. ഞാൻ എന്റെ ഉമ്മാരിലേക്കാണ്, ഉമ്മാരെ നിങ്ങൾക്ക് എന്നാണ് സമാധാനം പോയത്? ഭാര്യമാരെ നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പോയത്? നിങ്ങൾ എഴുതി വെച്ചോളി. ബാപ്പാരെ നമ്മുടെ ദൈവത്തിൽ എപ്പോഴാണ് സമാധാനം പോയത്? ഈ ജീവിതത്തിൽ ഇങ്ങനെ ഹലാലായ മാർഗത്തിൽ ഇങ്ങനെ പോണോടുന്ന് നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരും, എന്നിട്ട് പറയും എടാ വല്ലാതെ ദീനൊന്നും നോക്കണ്ട, വല്ലാതെ മൂല്യമാരെ ബുദ്ധിമൊന്നും കേൾക്കണ്ട, അതിനനുസരിച്ച് നോക്കണ്ട, എന്നിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാടിക്ക് നമ്മളെ പടച്ചോൻ ഇട്ടല്ലാത്തീക്കൾ കൊണ്ടുപോയിട്ട് അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത പോയി തുടങ്ങിയതാണ്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മളെങ്കിലും തിരുത്തണം സൗകളെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ചില ആൾക്കാരൊന്നും നമ്മളോട് പറയും എടാ ഇപ്പൊ എംഎച്ചിമ്മലാണില്ലേ, എനിക്ക് BMW കൊണ്ട് ബൈക്ക് വേണ്ടേ, ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പൊ സാധാരണ സാൻഡ്രോ കാറിലാണില്ലേ, എനിക്ക് വലിയ ഓടി കാറ് വേണ്ടേ? ഇപ്പൊ സാധാരണ വീട്ടിലാണില്ലേ, എനിക്ക് 2 നിലയും പിന്നെ അങ്ങാടിയിൽ ഫ്ലാറ്റും വേണ്ടേ? നമ്മൾ ആർക്കാ വേണ്ടാത്തത്? അതിനെന്താ മാർഗം? അതിനവൻ മാർഗം പറഞ്ഞുതരും. ആ മാർഗം ഹലാലാണോ? ആ മാർഗം. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കാൻ ഞാനൊന്നിനും പറ്റാത്തവരാണ്. റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? അർബഅൻ. വിശ്വാസികളെ, നമ്മളോട് റസൂൽ പറഞ്ഞാൽ നാട്ടുകാരുടെയും അങ്ങാടിക്കാരുടെയും ഓൺലൈനിൽ കോട്ടിട്ട് വരുന്നവരുടെയും ഉപദേശം സ്വീകരിക്കുന്നതിന് മുന്നേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നമ്മളോട് പറയാൻ 4 കാര്യം. ഇദാ കുന്ന ഫീ, ആ 4 കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ ആരൊക്കെ എന്തൊക്കെ പോയി എന്നാലും അനക്ക് ഒരിക്കൽ പോലും ദുനിയാവ് നട്ടാവൂല. അതിലൊന്നെന്താ പറഞ്ഞറിയോ? ഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, അവനാൻ കഴിക്കണ ഭക്ഷണം, വരുമാനം പടച്ചോൻ എന്ന ഹലാലിൽ തൃപ്തിപ്പെടാൻ മനസ്സുണ്ടോ? അനക്ക് ആ വണ്ടിയില്ലല്ലേ, ഈ വണ്ടിയില്ലല്ലേ, നിന്റെ കുട്ടിക്ക് ഇങ്ങനല്ലേ എന്ന് പറഞ്ഞാലും ബേജാറാകണ്ടടാ. അവൻ നട്ടത്തിക്കാ പോവുക, നീയാണ് സ്ഥായിയായി ലാഭമുള്ളവൻ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകത്തിൽ ഞാൻ എന്റെ കുടുംബം നിൽക്കണം. സൗകളെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, ഒരു സംശയമല്ല. ദുനിയാവാണ്. സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞറിയോ? വലക്കും, അവിടെ നമുക്കുണ്ട്, ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടുന്ന ലോകം സ്വർഗാണ്. 99% പൈസ അല്ലാഹു കാത്തിക്കാണ്. 1% കുട്ടനെ എവിടെ തന്നത്? ആ 1% കെട്ടിമറിഞ്ഞ് അത് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് കിട്ടല്ലാത്ത മാർഗവും തേടി നമ്മൾ ഇവിടെ ആളാകാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹ് ഒരുക്കി വെച്ച 99% നമുക്ക് നഷ്ടപ്പെടാന്ന് മാത്രമല്ല ദുനിയാവും പോവുകയാണ്. ഒരു കല്യാണം നടക്കുന്നു. ഞാൻ എന്നും സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാൻ, ഒരു കല്യാണം നടക്കണു. നമ്മൾ ആദ്യം നോക്കേണ്ട യുവാക്കളും യുവതികളും ബാപ്പാരെ ഒരു കല്യാണത്തിന്റെ കാലാവധി എത്ര നിങ്ങൾക്ക് അറിയോ? എപ്പോഴെങ്കിലും ആലോചിക്കണോ? ഒരു കല്യാണത്തിന്റെ കാലാവധി നമ്മൾ ഈ നാട്ടില് സുവിഷ്ടമായ ഭക്ഷണം കൊടുക്കും.
ഈ നാട് മൊത്തം അങ്ങനെ കടം വാങ്ങി ഭക്ഷണം കൊടുത്തു. അതിന്റെ കാലാവധി എത്ര? അടുത്തൊരു കല്യാണം കഴിയുന്നത് വരെ. അത് ചിലപ്പോ ഇന്ന് ഉച്ചക്കാണ് നമ്മുടെ കല്യാണം, നാളെ ഉച്ചക്കാണ് അടുത്ത കല്യാണമെങ്കിൽ ആ കല്യാണം ഇതിനേക്കാൾ ഉഷാറായാൽ കഴിഞ്ഞു, നമ്മളിത് കഴിഞ്ഞു. ഇതെന്തിനാ പറഞ്ഞറിയോ? നമ്മുടെ കയ്യിൽ 8 ലക്ഷം റുപ്യ ഉണ്ട്, നമ്മളെ കൊണ്ട് കടം തരാതെയാണ് കല്യാണം നടത്തേണ്ടത്. ആ നടത്തിയ കല്യാണം കൊണ്ട് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് ഇസ്ലാമികമായ കല്യാണമാകുക. കാരണം കല്യാണത്തിന്റെ ലക്ഷ്യം മവദ്ദത്തും റഹ്മത്തും കൂടലാണ്, സന്തോഷവും സമാധാനം കൂടലാണ്. നമ്മുടെ നാട്ടിൽ എന്താ അമ്മാരെ വാപ്പാരെന്താലറിയോ? കല്യാണം നടത്തും, എന്നിട്ട് കടം വരും. 3 കൊല്ലം ആ കടം വീട്ടാൻ വേണ്ടി അധ്വാനിക്കും. എന്താണ് കല്യാണം കൊണ്ട് കിട്ടേണ്ട സന്തോഷം? എന്താ കല്യാണം കൊണ്ട് പോയത്? ഭക്ഷണം പോയോ? മന്ത്രിമാര് പോയതാണോ? കുടുംബക്കാര് വരാത്താണ്? എന്താ പോയത്? സമാധാനം പോയി. ഗൾഫ് പോവുക, നാട്ടിൽ അധ്വാനിക്കുക, കല്യാണത്തിനുണ്ടാക്കിയ കടം വീട്ടുക. ആ വീട്ടുമ്പോ എന്തിനാ നമ്മൾ കല്യാണം നടത്തിയത്? ആൾക്കാരെക്കടിയിൽ സംഭവമാകാൻ. കടം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇനി ദീന് പോകണെന്ന് പറയാം. കടം വന്നു 3-4 കൊല്ലം ഈ കല്യാണത്തിനുണ്ടാക്കുന്ന കടം വീട്ടാൻ നിൽക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടൂല. ചങ്ങായിമാരെ വിളിക്കാൻ തുടങ്ങും, നാട്ടുകാരെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആരാധന സമാധാനത്തിലൊന്നും പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല, ഒന്നൊരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ കഴിയില്ല. കാരണം സ്വസ്ഥതല്ല. ഒരു 5 മിനിറ്റ് അല്ലാഹുവിനോട് കാര്യം പറയാൻ വയ്യ, സ്വസ്ഥതല്ല. ബാങ്കിൽ നിന്ന് വിളിയാണ്, നാട്ടുകാർ ചോദിക്കാണ്, നമ്മളെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് പെണ്ണുങ്ങൾക്ക് വിളിക്കാണ്, പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് കുട്ടികൾക്ക് വിളിക്കാണ്, അനിയനും ചേട്ടനും വീട്ടിൽ തെരഞ്ഞു വരാണ്. നിസ്കരിക്കാൻ കഴിയോ? നോമ്പ് വെക്കാൻ കഴിയോ? എന്താ പോയത്? പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരം പോയി, പടച്ചോനുള്ള ബന്ധം പോയി. എവിടുന്നാ പോയതറിയോ? ഞാൻ കാഫിറാകുന്നു പ്രഖ്യാപിച്ചതല്ല. പടച്ചോൻ തന്ന സമ്പത്തിൽ തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്തപ്പോ ശൈത്താൻ കൊണ്ടുപോയി ആക്കിയതാണ്. വീടുണ്ടാക്കുന്നു. നമ്മളൊക്കെ എനിക്കും വീടുണ്ടാക്കണം, നമുക്കൊക്കെ വീടുണ്ടാക്കണം, ഒരു സംശയമില്ല. പക്ഷെ ആരേക്കണം അറിയോ? വീട്ടാൻ കഴിയാത്ത പൈസ ഉണ്ടാക്കി പേരുണ്ടാക്കല്. ദയവ് ചെയ്ത് പറയണം, മദ്യം പറഞ്ഞ് കുഴങ്ങിയോണ്ട് പറയണം. ദയവ് ചെയ്ത് ഉണ്ടാക്കല്. കുടിൽക്കല് വരുന്ന ആവേശല്ല ബാക്കിണ്ടാകുക, അല്ല അവനവന് താങ്ങാൻ കഴിയുന്ന അപ്പുറം ഉണ്ടാകുക. നിങ്ങൾക്കറിയോ, വീട് കൂടൽ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചിട്ട് വീട്ടിക്ക് ഭാര്യന്റെ മക്കളെടുത്തേക്ക് കടക്കാര് തെരഞ്ഞു വന്ന് തോന്നിയാസം പറഞ്ഞിട്ട് അങ്ങാടിക്കാര് വീട് വിറ്റ് കടം വീട്ടിക്കണ്. വീട് വിൽക്കുക എന്തിന്? കയറ്റിയ പൈസ തികയാനിട്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം വീട് വിറ്റിട്ട് ഭാര്യ മക്കളും കടം വീട്ടി വാടക വീട്ടിക്ക് താമസം മാറുക. ദയവ് ചെയ്ത് ആളുകൾക്ക് വേണ്ടി സംഭവമാകാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുമ്പോൾ ആ പണം തികയാതെ വരുമ്പം കിട്ടിനോടത്തുനിന്ന് വാങ്ങും. ആ വാങ്ങണ ഏരിയ പടച്ചോൻ ഹറാമാക്കിയ മാർഗമായിരിക്കും. അതാ പ്രശ്നം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഭാഗമാണ്. വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്കെന്താ അറിയോ? തവല്ലാഹി, അല്ലാഹുവാണേ സത്യം, നബിന്റെ വാക്കാണ്. മാ അൽ ഫഖ്റു അഖ്ശാ അലൈക്കും. വിശ്വാസികളെ, നമുക്ക് പട്ടിണി വന്നിട്ട് നമ്മൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകും എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. നബി പറയാണ്, പട്ടിണി വന്നിട്ട് നമ്മൾ അതിന് തെറ്റിപ്പോകും, ദീനിൽ തെറ്റിപ്പോകും എന്നല്ല വിചാരിക്കുന്നത്. വലാകിൻ അഖ്ശാ, പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, ദുനിയാവിൽ ആഡംബരപൂർണമായ ജീവിതം പടച്ചോൻ തരും. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, ഖാറൂന് കൊടുത്ത പോലെ, ഫിർഔന് കൊടുത്ത പോലെ, മുൻഗാമികളിൽ പലർക്കും പടച്ചോൻ കൊടുത്ത പോലെ സുഭിക്ഷത പടച്ചോൻ തരും. എന്നിട്ടോ ഫതനാഫസുഹ, അതിൽ തൃപ്തിപ്പെട്ട് പടച്ചോന് ഖൈർ ചെയ്ത് ഉള്ളത് കൊണ്ട് നല്ലപോലെ ജീവിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്ത് ഹലാലായ മാർഗത്തിൽ കൂടുതൽ അധ്വാനിച്ച് അങ്ങനെ ജീവിക്കുന്ന പകരം ഫതനാഫസുഹ, മത്സരിക്കാൻ തുടങ്ങും. വലിയ കല്യാണം, വലിയ വണ്ടി, വലിയ വീട്, വലിയ ഫോണ്, അവനാന്റെ മക്കളെ വൽപ്പത്തരം പറഞ്ഞാണ്ട് അതിനിങ്ങനെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. തികയാതെ വരും, സമ്പത്ത് തികയാതെ വരും, പണം തികയാതെ വരും. അപ്പോൾ അല്ലാഹ് അവരെ നശിപ്പിച്ച പോലെ നമ്മളെയും പടച്ചോൻ നശിപ്പിക്കും. എഴുതി വെക്ക, നമ്മുടെ സമാധാനം
അവസാനം പോയത് അയിമന്നാണ്. അതുമെന്നാ പോയത്. പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് കൂട്ടരെ. നമ്മളെക്കാളും പൈസ പറഞ്ഞോളൂ. നമ്മളോട് ചോദിച്ചോണ്ടി അവർ പറയും റാഹത്താണ് മോലെ, അൽഹംദുലില്ലാ, വലിയ ആശുപത്രി കേസൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയാൽ മതി, ഖൈറാൻ. നിങ്ങൾ അവരെ കുട്ടിയുടെ കല്യാണം ചോദിച്ചോണ്ടി അത് ശരിയാക്കും. എങ്ങനെയെന്ന് അറിയും? ഏതെങ്കിലും ആളുണ്ടാവും ഇതേപോലെ ചിന്തിക്കണം, പടച്ചോനെ അയിമക്കൾ എത്തിക്കും. കുട്ടിന്റെ ഒന്നാമത്തെ കുട്ടിന്റെ കല്യാണം നമ്മളെ പോലെ ആരെയൊക്കെ പാവം കുടുംബണ്ടായി മോൻ വന്നിട്ട് കെട്ടിച്ചേരുമെന്ന് ചോദിച്ചു, കെട്ടിക്കൊണ്ടുപോയി. നമ്മളപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എന്തിനറിയോ? ഇതെന്താണ് ആക്കേണ്ടത്? കാരണം പെരന്റെ ഒരു ഭാഗം കടം, വണ്ടിന്റെ ഒരു ഭാഗം കടം, കുട്ടിന്റെ പഠിപ്പൊരു ഭാഗം കടം, എല്ലാം കടം. ഓരോരുത്തരും നമ്മളെ നോക്കി നിൽക്കാൻ. ഓരോരുത്തരും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാത്തവന് പടച്ചോൻ കൊടുക്കുന്ന പരീക്ഷണാണ് ഹറാമായ സമ്പാദ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മുടെ പണയം, നമ്മുടെ ആധാരം, നമ്മുടെ ബാങ്കുമായിട്ട് ഇത്തരം ഇടപാടുകൾ, നമ്മൾ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന കേസുകൾ എല്ലാം ആലോചിച്ച് നോക്കൊണ്ടി. ജീവിക്കാൻ ഒരു ഗത്യന്തരവും ഇല്ലാതെ വാങ്ങിയതല്ല നമ്മൾ, മറിച്ച് ആളുകൾക്ക് ഒപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ആ വാങ്ങുന്നതിൽ പടച്ചോന്റെ ഒരു ബറക്കത്തുണ്ടാവില്ല. പ്രവാചകന്മാരുടെ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാൻ, യാ യുഹന്നാസ്, മനുഷ്യന്മാരെ, നമ്മൾ പറയാൻ ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. അടുത്ത വാക്കിട്ടോ, ഇത് പോകരുത്, ഇത് മനസ്സിന്ന് പോകരുത്. അല്ലാഹനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നന്നാക്കൂ, ഭംഗിയുള്ളതാക്കൂ. പടച്ചോനോട് അവനാന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഭംഗിയാക്കൂ. എന്തേ കാരണം? ലോകത്തൊരൊറ്റ മനുഷ്യൻ ഒരിക്കലും പടച്ചോനോനെ മരിപ്പിക്കൂല. പടച്ചവൻ അവന് നൽകാമെന്നേറ്റ അവന്റെ സമ്പത്ത് കിട്ടാതെ ഒരാളെ പടച്ചോൻ ദുനിയാവിൽ കൊണ്ടുപോകില്ല. നമ്മളമ്മാന്റെ ഗർഭപാത്രത്തിലെ നമ്മളാകുന്ന സമയത്ത് നമുക്ക് അല്ലാഹ് തരണമെന്ന് വിചാരിച്ച ജോലിയും നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ പണവും നമുക്ക് ഉണ്ടാകുന്ന പറഞ്ഞ പൈസയും തരാതെ അല്ലാഹ് മരിപ്പിക്കൂല. അടുത്ത വാക്ക്, പ്രവാചകന്റെ വാക്ക്, കുറച്ച് വൈകിട്ടാണെങ്കിലും, ചിലപ്പം 45 മുതലേക്കാരും തരിക, ചിലപ്പോ 50-ാമത്തെ വയസ്സിലേക്കും തരിക. പക്ഷെ അല്ലാഹ് നമുക്ക് തരാമെന്നേറ്റ ഒരു മണിവറ്റ്, ഒരു സെന്റ് സ്ഥലം, ഒരു ഉറുപ്പ്യ, ഒരു റിയാല്, ഒരു പീഡിക റൂം തരാതെ പടച്ചോ നമ്മളെ മരിപ്പിക്കൂല. ഇതെന്തിനാ കൂട്ടരെ ബേജാറാണ്? തരാൻ അല്ലാഹ് വിചാരിച്ചുകണോ കിട്ടും. പടച്ചോ നിലവിൽ തന്നിട്ടില്ലേ, പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. കിട്ടാത്തതിന് ഹറാമിന്റെ വഴി തേടണ്ട, കിട്ടാത്തതിന് ഹറാമിന്റെ മാർഗം പോകണ്ട. അല്പം വൈകിട്ടാണെങ്കിലും പടച്ചോൻ തരും. ഫത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. വജ്മലൂ ഫിത്തലബ്, വീണ്ടും പറയാൻ, പടച്ചോനോട് ചോദിക്കുന്നത് നന്നാക്കിക്കോളൂ. ഖുദൂ മാ ഹല്ല, എന്നിട്ട് ഹലാലായ മാർഗം സ്വീകരിക്കൂ. വദ്ഉ മാ ഹറം, ഹറാമായ മേഖല ഒഴിവാക്കൂ. സോളെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ കയറി വന്ന് നിരങ്ങി നമ്മുടെ കുടുംബം നമ്മളെ ശപിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിക്കരുത്. അങ്ങാടി കൂടെ നടക്കുമ്പോൾ തലയിലൂടെ മുണ്ടിട്ട് ആളുകളുടെ മുന്നിലൂടെ നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഇതൊക്കെ നബി പറഞ്ഞത് നമ്മൾക്ക് അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാൻ ഒരു മനസ്സുണ്ടാകണം. വാക്കുകൾ അവസാനിപ്പിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പ്രവാചകൻ ദർശനെ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മൂസാ നബി നേർക്ക് നേർ അല്ലാഹുവിനെ കേൾക്കാൻ. മൂസാ നബി നേർക്ക് നേർ അല്ലാഹുവിനോട്, ഐ റബ്ബി, പടച്ചോനെ, അയ്യു ഇബാദിക അഗ്ന, ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹുവേ നിനക്ക് ഏറ്റവും തൃപ്തിയുള്ള ഇബാദത്ത് ഏതാണ്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കാൻ. അതിന് അല്ലാഹുവിന്റെ മറുപടി, ഖാല അഖ്നഅതുഹും ബിമാ അഅതൈതുഹു, എടാ ഞാൻ നിനക്ക് നൽകിയത് നീ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഏറ്റവും നല്ല ഇബാദത്ത്. അത് ചിലപ്പോൾ കുറവാകാം, കൂടുതലാകാം, കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലാകാം, കഴിഞ്ഞ 5 വർഷത്തെക്കാൾ കുറവാകാം. അതിൽ തൃപ്തിപ്പെട്ട് ഹലാലായ മാർഗത്തിൽ മുന്നോട്ട് പോവുക. ഒരിക്കലും പടച്ചവൻ തന്നതിൽ നിരാശപ്പെട്ട് ഇല്ലല്ലോ, അവന്റെ അത്ര ഇല്ലല്ലോ, ഇതുവരെ ഉണ്ടായിരുന്നത് പോയല്ലോ എന്ന നിരാശയിലേക്ക് വന്നാൽ പിന്നെ ശൈത്വാൻ ഇടപെടും. ആ ഇടപാട് ഹറാമിലേക്ക് എത്തിക്കും. ആ ഹറാമിലേക്കുള്ള എത്തിക്കൽ
ദീനിന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറും. കടം വന്നാൽ പിന്നെ അവന് ഹജ്ജ് ഉണ്ടാവില്ല, കടം വന്നാൽ പിന്നെ അവന് ഉംറ ഉണ്ടാവില്ല, കടം വന്നാൽ പിന്നെ അവന് സ്വതക്ക ഉണ്ടാവില്ല, കടം വന്നാൽ അവന് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല, കടം വന്നാൽ പലിശ വന്നാൽ ഹറാമ് വന്നാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അവന് കഴിയില്ല. മരിക്കും വരെ അവൻ ആ സമ്പത്തിന്റെ കെടുതിയിൽ തന്നെയായിരിക്കും. ഒരു നന്മക്കും അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു ഉദ്ഹിയത്തിനും ചേരാൻ കഴിയില്ല, ഒരു പള്ളിയും അവൻ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ദീനും അവന് സ്വതം കൊടുക്കാൻ കഴിയില്ല. കാരണം അവൻ വരുത്തി വെച്ച ഹറാമായ സമ്പത്തിന്റെ കടമുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ കാര്യം, അല്ലാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ തൃപ്തിപ്പെടാൻ കഴിയും. ഞാൻ എൻ്റെ യുവാക്കളോടും യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഒരു വസിയത്തായി, ദീനിൻ്റെ ഒരു വസിയത്തായി, വാപ്പാക്കും ഉമ്മാക്കും ഇടങ്ങേറ് ദയവ് ചെയ്തിട്ടാക്കി. എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുത്തൊരു സമ്പത്തുണ്ട്. അതിൽ അവരെക്കാൾ കൂടുതൽ നിങ്ങളെ നോക്കും. ഒരു വാപ്പ എന്നുള്ള നിലക്ക് എനിക്കും അറിയപ്പെടുന്ന ഓരോ വാപ്പയ്ക്കും അറിയാം, സ്വന്തം മകന്റെ കൈയും അവനാന്റെ കൈയും ഒന്നിച്ചു മുട്ടിയാൽ ഡോക്ടറോട് ആദ്യം ഓൻ്റത് കെട്ടാനേ പറയുള്ളൊരു വാപ്പിയും. അത്ര സമ്പത്ത് മുഴുവനും വാപ്പിയും പിന്നക്ക് വേണ്ടിയിട്ട ചെലവഴിക്കും. അവിടെ ഒരു വാപ്പാനെ കൊണ്ട് കടം എടുപ്പിക്കുന്നതിലേക്ക്, ഒരു ഉമ്മാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാപ്പാനെ ഇടങ്ങേറാക്കുന്നതിലേക്ക്, നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാപ്പാനുമായി നരകത്തിലേക്ക് പറഞ്ഞു പോകുന്നതിലേക്ക് ദയവ് ചെയ്ത് കുട്ടികളായ എൻ്റെ നല്ല മക്കൾ ആയി മാറരുത്. നിങ്ങളൊരു കല്യാണം നടക്കും, മക്കൾ ഒരിക്കലും വാപ്പാൻ എന്താ പറയരുത്, വാപ്പ നമ്മളെ കൊണ്ട് കഴിയണം മരിക്കുള്ളൂ ഈ വാപ്പ. എത്ര ആൾക്കാരെ ഞാൻ വിളിക്കട്ടെ, ഞാൻ അവരെ വിളിക്കും, അതിന് പകരം എന്ത് ചെയ്യാതറിയും. ഞാൻ പെൺകുട്ടികളോട് കൂടി പറയണം, മക്കൾ നിങ്ങൾ എന്ത് പറയുന്നതറിയും. വാപ്പ എൻ്റെ കല്യാണം നിങ്ങൾക്ക് പൈസ ഉണ്ടോ പൈസ ഇല്ലേ നോക്കണ്ട, അതിങ്ങനെ നടക്കണം. നമ്മള് ഫ്ലക്സ് ബോർഡ് കണ്ടിട്ടില്ല, മനം പോലെ മംഗല്യം, അങ്ങനെ തന്നെ എൻ്റെ കുറച്ച് ആഗ്രഹം. വാപ്പാന്റെ മുന്നിൽ ലിസ്റ്റ് കൊടുക്കുക. വാപ്പാന്റെ മനസ്സിൽ ആകെ എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്, ആ കുട്ടിക്ക് മകള് പറഞ്ഞോട് പോവുകയല്ലേ, അങ്ങനത്തെ ഒരു ഇടങ്ങേറുണ്ടാക്കി വാപ്പാനിമാരോട് ഇഷ്ടമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഉപ്പാനോട് ഉമ്മാനോട് പറയേണ്ടി, വാപ്പാമ്മ ഇന്റെ വിദ്യാഭ്യാസത്തിന്, ഇന്റെ ലാപ്ടോപ്പിന്, ഇന്റെ ഫോണിന്, ഇന്റെ കല്യാണത്തിന്റെ ഡ്രസ്സിന് വാപ്പ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം, എനിക്കും വേണ്ടി നിങ്ങൾ കടം വാങ്ങരുത് എന്ന് പറയണം. അവിടെ ഒരു വർക്കത്തുണ്ടാവും. അവിടെ അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹിച്ചു തരും. അത് അള്ളാന്റെ വാക്കാണ്. ഞാൻ മക്കളോട് പറയണം, ഒരിക്കൽ പോലും വാപ്പാനിമാരും നിങ്ങൾ വഴികൾ കഷ്ടപ്പെടരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ, ഒരു കാര്യം, മക്കളെ, നമുക്ക് അത്യാവശ്യം അള്ളാഹു സമ്പത്ത് ഉണ്ടാവും, അൽഹംദുലില്ലാഹ്. നമുക്ക് അള്ളാഹു അനുഗ്രഹം. ഞാൻ ആവർത്തിച്ച് പറയണം, നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത്, നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കിട്ടുള്ളൂ, കഷ്ടപ്പെടുന്നവർക്ക് കിട്ടുള്ളൂ. ഈ നാട്ടിലെ പാവങ്ങൾക്കും കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കിട്ടണമെങ്കിൽ വിശ്വാസികളായ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം. അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആ ഭാഗം നമ്മൾ വീണ്ടും പറയണം, ഹലാലായ മാർഗത്തിലാണ്. അവിടെ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടാകുമോ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഭാഗം പറയണം. അവർക്ക് രണ്ട് ഭാഗവും ബോധ്യപ്പെടുത്തി വളർത്തണം. ദയവ് ചെയ്ത് രക്ഷിതാവ് എല്ലാ സുഖാഡംബരങ്ങളിലും അവരെ വളർത്തിയാൽ അവർ നന്നാകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ, ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, അധ്യാപകരോട് ചോദിച്ചു നോക്കൂ. തെറ്റാണ്. നമ്മളെ കുട്ടിക്ക് എല്ലാ കല്യാണത്തിനും പുതിയ ഡ്രസ്സ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ഷോളോട് പറയണം, മോളെ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു ഡ്രസ്സ്, അതിൻ്റെ അപ്പുറം എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് എടുക്കാം. പടച്ചോൻ്റെയൊക്കെ കുട്ടിയെ കൊണ്ടു വാപ്പാനൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല മോളെ, അങ്ങനെ ചെയ്യരുത്. ഇഷ്ടത്തോടു കൂടി പറയണം, ബോധിപ്പിക്കണം, ഇഷ്ടത്തോടു കൂടി ബോധ്യപ്പെടുത്തണം. എല്ലാ വെക്കേഷനും, ഞാനിതിന് എതിരായിട്ട് പറയില്ല, അങ്ങനെ കരുതരുത്. എല്ലാ വെക്കേഷനും അല്ലെങ്കിൽ എല്ലാ ശനി ഞായറും കൂടുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒട്ടിക്കുക, എല്ലാം അങ്ങനെ ആകുമ്പോൾ എന്താ വാപ്പനെ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് അസുഖമായി കിടക്കുമ്പോഴും ആ കുട്ടികളിങ്ങനെ വന്നിട്ട് നമ്മുടെ മുന്നിൽ പറയും. കേട്ടത് കൊണ്ടും അനുഭവം കൊണ്ട് പറയാം, കേട്ടത് കൊണ്ടും അനുഭവം കൊണ്ട്. വാപ്പ ഇങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ മൈസൂർക്ക് പോകേണ്ട സമയമാണില്ലേ, എന്നാ തന്നെ തീരുക. കടക്കണ നമ്മളവിടെ കണ്ണ് കരയേണ്ടി.
നമ്മളതിന്റെ അർത്ഥം എന്താ? പോകണ്ട അല്ല, പോകണം. പോകുന്ന കൂട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൂടി പോകണം. എപ്പോഴെങ്കിലും അസുഖമായി കിടക്കണമെന്നുണ്ട് പാവപ്പെട്ടവർ അതുപോലെ അതുപോലെ കയ്യിൽ 100 റുപ്യ 500 റുപ്യ ഉണ്ട്. അമ്മമാർക്ക് കൊണ്ടേ കൊടുക്കട്ടോ, ആ കാക്ക കൊണ്ടേ കൊടുക്കട്ടോ. നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ആനന്ദത്തിന് പോകുമ്പോഴും എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോൾ ഈ കാണുന്ന ക്യാൻസർ വാർഡ് അതിനായിട്ട് പോകണ്ട, പോണ വഴിക്കൊന്ന് ഇറങ്ങി ഒന്ന് കണ്ട് ആശുപത്രികൾ സന്ദർശിച്ച് പാവപ്പെട്ടവരെ കണ്ട് ഇവിടെ വീടില്ലാത്തവരെ വീട്ടിൽ കൂടെ ഒന്ന് പോയി കയ്യിൽ എന്തെങ്കിലും ചെറിയ കുറ്റമായിട്ട് നമ്മുടെ കുടുംബം പോയി അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ മക്കളെ പരിശീലിപ്പിക്കും. മനസ്സിലാവും ബാപ്പിന്റെ ആരാണ്. അല്ല എങ്കിൽ ആഡംബരത്തിൽ ജീവിച്ച് ഒരു കൊറോണ വന്ന് പൈസ പോയാൽ അവർ പൈസക്ക് ഏതായാലും ആവശ്യക്കാരാവും. പൈസ അപ്പോൾ മുതൽ തരാത്ത വാപ്പാനോടുമാണ് എന്തിനാവും. കഴിഞ്ഞ ഒരാഴ്ച അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിദേശത്തായിരുന്നു. ഒരു ഉപ്പ പറഞ്ഞ വാചകം മനസ്സിനെ കൊള്ളുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു 30 കൊല്ലം ഞാൻ ഗൾഫിലേക്ക് നാട്ടിലേക്ക് വന്നു. അപ്പം എന്റെ മകന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാനും മകനും കല്ലെടുക്കുന്ന വിഷയത്തിൽ ഒരു പാപ്പ മകന്റെ ഒരു സംസാരം ഉണ്ടാവുമല്ലോ. എടാ അവിടുന്ന് എടുക്കാം ഇവിടുന്ന് എടുക്കാം 2-3 വർത്താനങ്ങൾ പറഞ്ഞപ്പം എന്റെ ഭാര്യ അവന്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എടാ വാപ്പ പറഞ്ഞ തൽക്കാലം മൂടിക്കൊടുക്കടാ, 2 ദിവസം കഴിഞ്ഞാൽ പോകും, വെറുതെ തർക്കിച്ചാൽ നിൽക്കണ്ട. 2 ദിവസം കഴിഞ്ഞാൽ പോകുന്നിന്റെ ഭാര്യ അവിടെ വെച്ച് പറഞ്ഞപ്പോ അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പോരാൻ തോന്നി. ഞാൻ ആ വീട്ടിൽ ശല്യാണില്ലേ. ഇത് നമ്മളെ കുറിച്ച് ഉണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഇഷ്ടം കൊണ്ട് പറയണം. എല്ലാം കൊടുക്കുന്നതുകൊണ്ട് സ്നേഹം ഉണ്ടാവില്ല. എല്ലാം കൊടുക്കാതൊക്കെയല്ല വേണ്ടത്. ചിലതൊക്കെ നിയന്ത്രിച്ച് ബോധ്യപ്പെടുത്തി നിയന്ത്രിച്ചു. ഇപ്പോൾ അവർ ഇഷ്ടനാണെന്ന് പറഞ്ഞാലും മരണാനാണെന്ന് പറഞ്ഞാലും ആ വാപ്പാക്കും അമ്മാക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മൾ തീരുമാനം എടുക്കണം. എന്ത് നരസങ്ങളെ എന്തൊക്കെ വന്നാലും അടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ഹറാമിന്റെ ഒരു മേഖലയ്ക്ക് ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു നമ്മുടെ കുടുംബത്തിന് സന്തോഷം നൽകും. മക്കൾ ദയവ് ചെയ്ത് വാപ്പാനെക്കൊണ്ടും ഉമ്മാനെക്കൊണ്ടും പലിശക്കോ കടമോ നിങ്ങളുടെ പേരിൽ വാങ്ങിപ്പിക്കരുത് എന്ന തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങളുടെ ജോലി അന്ന് എളുപ്പമാക്കും. നിങ്ങളുടെ ദാമ്പത്യം പടച്ചോൻ എളുപ്പമാക്കും. എല്ലാത്തിനും പുറമെ ദുനിയാവും പരലോകവും അള്ളാഹ് സുഖാക്കി തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ